ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിൽ അടിയന്തരമായ സവിശേഷമായ ശ്രദ്ധ നൽകിക്കൊണ്ട് സത്വര നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനവും തീർത്ഥാടനവും നടത്താൻ കഴിയുള്ളൂ. ഭക്തജനങ്ങൾക്ക് വേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം, ആവശ്യം, കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും കിടക്കാൻ വിരിവെക്കാനുള്ള സൗകര്യവും ദർശന സൗകര്യവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഇവിടുത്തെ അയ്യപ്പന്മാരുടെ ആവശ്യമാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം വന്നതിന് ശേഷം കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു ഏറ്റവും മർമ്മപ്രധാനമായ ആവശ്യമാണ്. ബയോഡിഗ്രേഡബിളായിട്ടുള്ള ജൈവ വിഘടിതാത്മകമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇപ്പോൾ വെള്ളം ബോട്ടിലുകളിലാക്കി കൊടുക്കുന്ന സംവിധാനമൊക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും സംവിധാനം ഏർപ്പെടുത്തി കുടിക്കാൻ വെള്ളം എല്ലായിടത്തും കിട്ടത്തക്ക വിധം വേണ്ട ഏർപ്പാടുകൾ സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ്. അതുപോലെയാണ് കഴിക്കാൻ ആഹാരം. അന്നദാന കേന്ദ്രങ്ങൾ ഈ പ്രദേശത്തെമ്പാടും ധാരാളം ഉണ്ടായേ പറ്റൂ. ശബരിമലയിൽ ദേവസ്വം ബോർഡ് നൽകുന്ന അന്നദാനം അപര്യാപ്തമാണ്. ഇവിടെ ഇന്നലെ തന്നെ വാസ്തവത്തിൽ ലക്ഷങ്ങൾ എത്തിയിട്ടുണ്ട്. അവർക്ക് ഈ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അന്നദാനം വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുൻകാല പരിചയമുള്ള ഒട്ടേറെ ട്രസ്റ്റുകൾ, സ്ഥാപനങ്ങളുണ്ട്. അവരെ ഈ വക കാര്യങ്ങൾ, ഈ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കണം. സ്ട്രെച്ചർ സർവീസും അതുപോലെ തന്നെയാണ്. സ്ട്രെച്ചർ സർവീസ് ഇവിടെ വളരെ വർഷങ്ങളായി നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്നലെ തന്നെ വരുന്ന വഴി എത്രയോ ആളുകൾ കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, ഇങ്ങനെ പല കാരണങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ സ്ട്രെച്ചർ സർവീസ് വളരെ ആവശ്യമാണ്. അതിന് സേവന സന്നദ്ധ സംഘടനകളെ തന്നെ ഏർപ്പെടുത്തണം. NCC പോലെ, അതുപോലെ അയ്യപ്പ ട്രസ്റ്റുകൾ, ഇങ്ങനെ പലരും സൗജന്യമായി യാതൊരു വിധത്തിലുള്ള ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സേവന സന്നദ്ധ ജീവകാരുണിക പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാണ്. അവരെല്ലാം ഈ കാര്യത്തിന് ചുമതലപ്പെടുത്തണം.